ഹലോ ഫ്രണ്ട്സ്, അനീസ് ടെക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സാധാരണ വിൻഡോസ് ലാപ്ടോപ്പിൽ എങ്ങനെ ആപ്പിളിൻ്റെ മാക്കിൻടോഷ് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഈസി ആയിട്ട്. ലാപ്ടോപ്പ് മാത്രമല്ല, ഇൻ്റലിൻ്റെ പ്രോസസ്സറുള്ള ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യും. AMD ഉള്ള പ്രോസസ്സറുള്ള ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും പറ്റില്ല. AMDക്ക് വേണ്ടിയുള്ള മാക്കിൻടോഷ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. i3 തേർഡ് ജനറേഷൻ മുതലുള്ള എല്ലാ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അതിനനുസരിച്ച് പെർഫോമൻസ് വേരിയേഷൻ ഉണ്ടാവുമെന്ന് മാത്രം. ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു PC, പിന്നെ 16 GB പെൻ ഡ്രൈവ് വേണം. കാരണം ഇൻസ്റ്റാളേഷൻ മീഡിയ ഏതാണ്ട് 9 GB ഉണ്ട്. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു BitTorrent ക്ലയൻറ്റ് വേണം. പിന്നെ ട്രാൻസ്മാക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം, അതായത് പെൻ ഡ്രൈവിന് നമുക്ക് ബൂട്ടബിൾ ആക്കാനായിട്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് hackintosh.com എന്ന സൈറ്റിലേക്ക് പോവുക. ഇവിടെ ഡൗൺലോഡ് ഹാക്കിൻടോഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഹാക്കിൻടോഷ് കാറ്റലീന എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് നൗ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. അതായത് നമ്മുടെ ഇമെയിൽ ID കൊടുത്ത് അത് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ ഫയൽ എന്ന് പറയുന്നത് ടോറൻറ്റ് ഫയലാണ്. അതായത് നിരേഷ് കാറ്റലീന എന്ന ഹാക്കിൻടോഷ് ബൂട്ടബിൾ ഇമേജിൻ്റെ ടോറൻറ്റ് ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക. ഈ ഫയൽ യൂടോറൻറ്റോ അല്ലെങ്കിൽ BitTorrent അങ്ങനെ ഏതെങ്കിലും ഒരു ടോറൻറ്റ് ക്ലയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. 8.64 GB ആണ് ഈ ഇമേജ് ഫയലിൻ്റെ സൈസ്. നമുക്ക് ടോറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ട്രാൻസ്മാക്ക് എന്ന സോഫ്റ്റ്വെയർ ആണ് ആവശ്യം. അതിന് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അതിൽ ട്രാൻസ്മാക്ക് എന്ന് ഗൂഗിൾ ചെയ്താൽ ആദ്യത്തെ ലിങ്കിൽ നിന്ന് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ട്രാൻസ്മാക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബൂട്ടബിൾ ആക്കാനുള്ള പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് ട്രാൻസ്മാക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മോഡിൽ ഓപ്പൺ ചെയ്യുക. ട്രാൻസ്മാക്ക് ഓപ്പൺ ആയാൽ അവിടെ നമ്മൾ കണക്ട് ചെയ്ത പെൻ ഡ്രൈവ് കാണിക്കുന്നുണ്ടാവും. ആ പെൻ ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ വിത്ത് ഡിസ്ക് ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാർണിംഗ് മെസ്സേജ് വരും, ഇത് പെൻ ഡ്രൈവ് ഓവർ റൈറ്റ് ആവുമെന്ന് പറഞ്ഞ് യെസ് കൊടുക്കുക. ഇമേജ് ഫയൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ബ്രൗസ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വാർണിംഗ് വരും, ഓവർ റൈറ്റ് ആവുമെന്ന് പറഞ്ഞ് യെസ് കൊടുക്കുക. അപ്പോൾ റീസ്റ്റോറേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കുറച്ചധികം സമയം എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ സ്പീഡ് അനുസരിച്ച് 15 മിനിറ്റോ 30 മിനിറ്റോ അതിൽ കൂടുതലോ സമയം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. പോർട്ടബിൾ പെൻ ഡ്രൈവ് റെഡി ആയാൽ അടുത്തത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ മാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ദിസ് PC എന്നുള്ള ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് എടുക്കുക. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡിസ്ക് മാനേജ്മെൻറ്റ് കാണാം. ആ ഡിസ്ക് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രൈവിൻ്റെയും ഇൻഫർമേഷൻസ് അവിടെ കാണാം. ഇവിടെ നമുക്ക് ഏത് പാർട്ടീഷനിലാണോ മാക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ പാർട്ടീഷൻ സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ റീനെയിം ചെയ്യാം. മാക്കെന്നോ കാറ്റലീനെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് റീനെയിം ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സിംഗിൾ പാർട്ടീഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ പാർട്ടീഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷ്രിങ്ക് ചെയ്താൽ നമുക്ക് മാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള പാർട്ടീഷൻ കിട്ടും. അത് നമുക്ക് പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് പേര് കൊടുത്താലും മതിയാവും. ഇവിടെ എനിക്ക് ഒരു 32 GB സ്പേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിന് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാണ്, കാറ്റലീന എന്ന പേര് കൊടുത്ത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് ബയോസ് സെറ്റിങ്സിലേക്ക് പോവാം. ബയോസിൽ കയറാനായിട്ട്
ഓരോ ബ്രാൻഡിനും ഓരോ കീ ആയിരിക്കും വരുന്നുണ്ടാവുക. കൂടുതലായിട്ട് F2 അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ, HP ആണെന്നുണ്ടെങ്കിൽ F10 ആണ് വരുന്നുണ്ടാവുക. നിങ്ങളുടെ ഏത് ബ്രാൻഡാണോ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കീ അടിച്ച് ബയോസിലേക്ക് കയറാം. ബയോസ് സെറ്റിങ്സ് ഓപ്പൺ ആയാൽ സിസ്റ്റം ലെഗസി മോഡിലാണോ UEFI മോഡിലാണോ ബൂട്ട് ചെയ്യുന്നത് നോക്കണം. ലെഗസി മോഡിലാണെന്നുണ്ടെങ്കിൽ അത് UEFI മോഡിലേക്ക് മാറ്റുക. സെക്യൂർ ബൂട്ട് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസേബിൾ ചെയ്യണം. അതിനുശേഷം വിർച്വലൈസേഷൻ ടെക്നോളജി ഓൺ ആണെന്നുണ്ടെങ്കിൽ അതും ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ഫസ്റ്റ് ബൂട്ട് ഓപ്ഷൻ പെൻഡ്രൈവ് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബയോസ് സെറ്റിങ്സ് സേവ് ചെയ്ത ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബൂട്ട് മെനുവിൻ്റെ കീ ഏതാണോ ആ കീ പ്രസ് ചെയ്ത് ബൂട്ട് മെനു എത്തി നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യാം. പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ സെലക്ട് ചെയ്താൽ ക്ലോർ ബൂട്ട് ഓപ്ഷൻ്റെ ഫസ്റ്റ് സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ബൂട്ട് ചെയ്യാനുള്ള ഡ്രൈവ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വിൻഡോസിൻ്റെ ഇൻറ്റർണൽ ഹാർഡ് ഡിസ്കിൻ്റെ സെപ്പറേറ്റ് പാർട്ടീഷൻസ് ആണ്. ഇതിൽ macOS ഇൻസ്റ്റാൾ ഫ്രം നിരേഷ് കാറ്റലീന എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്ക് വെർബോസ് മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം അതിൽ ഫയൽസ് ലോഡ് ചെയ്യുന്നത് എല്ലാം. ഫയൽസ് ലോഡിംഗ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വന്നിക്കുക. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് ലൈസൻസ് എഗ്രി ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റീനെയിം ചെയ്ത പാർട്ടീഷൻ മാക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് മേലെ കാണുന്ന യൂട്ടിലിറ്റീസിൽ പോകാം. അവിടെ ഡിസ്ക് യൂട്ടിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റലീന എന്നുള്ള പാർട്ടീഷൻ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആ പാർട്ടീഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം മേലെ ഇറേസ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മേഖലത്തെ APFS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇറേസ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കാറ്റലീന എന്നുള്ള പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്ത് നമുക്ക് മാക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റലീന APFS വോളിയം എന്ന്. ഇനി നമുക്ക് കാറ്റലീന സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രൈവേഴ്സ്, അതായത് ആപ്പിളിൻ്റെ കെക്സ് ഫയൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും സെലക്ട് ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ എബൌട്ട് 2 minutes റിമൈനിങ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റാളേഷൻ്റെ ഫസ്റ്റ് റീസ്റ്റാർട്ട് ഏകദേശം അരമണിക്കൂറോളം സമയം എടുക്കാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷനനുസരിച്ച്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ മാക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് SSD ആവുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഈ ഫയൽ കോപ്പിയും കഴിഞ്ഞ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഡ്രൈവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെൻഡ്രൈവ് റിമൂവ് ചെയ്യാം. പെൻഡ്രൈവ് റിമൂവ് ചെയ്ത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ക്ലോവർ ബൂട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് APFS എന്ന് പറഞ്ഞ പാർട്ടീഷൻ സെലക്ട് ചെയ്താൽ മതി, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തോളും. ഈ സ്ക്രീൻ വന്നില്ലെങ്കിൽ നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് തന്നെ ബൂട്ട് ചെയ്തിട്ട് APFS സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ബൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്തിട്ട് APFS സെലക്ട് ചെയ്ത് ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറർ ഇല്ലാതെ തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഫാസ്റ്റായിട്ട് കാണുന്നത്. ആക്ച്വലി ഇൻസ്റ്റാളേഷൻ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പതുക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. ഇനി ഹാക്കിൻറ്റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാളേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുൻപൊക്കെ ഹാക്കിൻറ്റോഷ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഷ്ടപ്പാടായിരുന്നു. കാരണം നമ്മൾ ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കുറച്ചധികം സ്റ്റെപ്സ് വേണ്ടി വരും. ഇപ്പോൾ നിരേഷ് കാറ്റലീന എന്ന് പറഞ്ഞ ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്തില്ലേ, ആ ഒരു ഇമേജ് ഫയലിൽ നമ്മുടെ ഒട്ടുമിക്ക കമ്പ്യൂട്ടറുകൾക്കും ആവശ്യമായ ഡ്രൈവേഴ്സ് എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഹാക്കിൻറ്റോഷ് സോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലുള്ളവർ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഒഴിവാക്കാൻ പറ്റും. മാക്കിൻറ്റോഷ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാക്കിൻറ്റോഷിന് ഹാർഡ്വെയർ സപ്പോർട്ട് കുറവായിരിക്കും.
അവരുടെ മോഡലുകൾ ഏതൊക്കെ ഹാർഡ്വെയർ ആണോ ഉള്ളത് അതിനുള്ള ഡ്രൈവേഴ്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഹാർഡ്വെയർസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാക്കിൻടോഷ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഡ്രൈവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്കിൻടോഷ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല കമ്പോണൻസും ചിലപ്പോൾ മാക്കിൻടോഷ് കോമ്പാക്റ്റബിൾ ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് വൈഫൈ. നിങ്ങൾക്ക് വൈഫൈ നിർബന്ധമാണെങ്കിൽ മാക്കിൻടോഷ് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള തേർഡ് പാർട്ടി വയർലെസ് ഡോങ്കിൾ മേടിച്ച് വൈഫൈ യൂസ് ചെയ്യാം. രണ്ടാമത് റീസ്റ്റാർട്ട് ടൈം വന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലോവർ ബൂട്ട് ഓപ്ഷനിൽ 3 മാക്കിൻ്റെ പാർട്ടീഷൻസ് കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് 1 റിക്കവറി പാർട്ടീഷൻ അടക്കം. അത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള APFS എന്നുള്ള പാർട്ടീഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ 3 മാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ APFS എന്ന് പറഞ്ഞ പാർട്ടീഷൻ തന്നെ സെലക്ട് ചെയ്യാം. ഹാക്കിൻടോഷിൽ ക്ലോവർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസിൽ ബയോസ് എന്ന പോലെ ആപ്പിളിൻ്റെ ബയോസ് ഇമിറ്റേറ്റ് ചെയ്യാൻ, ഹാക്കിൻടോഷിന് വേണ്ടിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ലോവർ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോവറിൽ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചാണ് ഹാക്കിൻടോഷ് ബൂട്ട് ചെയ്യുക. ക്ലോവർ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാക്കിൻടോഷ് ബൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ക്ലോവർ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഹാക്കിൻടോഷ് പിന്നെ ബൂട്ട് ചെയ്യില്ല. ക്ലോവർ ഇൻസ്റ്റാൾ ആവുന്നത് EFI പാർട്ടീഷനിലാണ്. EFI പാർട്ടീഷൻ എന്ന് പറയുന്നത് വിൻഡോസ് ആയാലും ഹാക്കിൻടോഷ് ആയാലും കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ EFI പാർട്ടീഷനിലെ ഇൻഫർമേഷനാണ് ആദ്യം റീഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ക്ലോവർ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം ഒരിക്കൽ ക്ലോവർ കോൺഫിഗറേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് മാക്ക് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതേ കോൺഫിഗറേഷനുള്ള വേറൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലോ ഇതിലുള്ള ക്ലോവർ കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് അവിടെ റീസ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ ഒരു പുതിയൊരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ തന്നെ റീഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലോ മറ്റൊരു സെറ്റിങ്സും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പാണ്, അതായത് ലാംഗ്വേജ്, അതുപോലെ റീജിയൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യലാണ്. അത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇനി യൂസർ നെയിം കൊടുക്കാം. പാസ്വേഡ് മിനിമം 4 ലെറ്റേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഹിൻ്റ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഹാക്കിൻടോഷിൻ്റെ ബേസിക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താലും സാധാരണ പോലെ ബൂട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ വരും, നിങ്ങൾക്ക് ബേസിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പെർഫോമൻസ് ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ഡ്രൈവേഴ്സ് ഒന്നും ഇല്ലാതെ ബേസിക് ഒരു OS മാത്രമാണ് ഇതിൽ. അത് മാത്രമല്ല വിൻഡോസിലും കയറിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഡുവൽ ബൂട്ട് എനേബിൾ ചെയ്യണം. അതുപോലെ മാക്കിൽ ബേസിക് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എബൌട്ട് ദിസ് മാക്കിൽ നമുക്ക് ഇപ്പോൾ പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ ഡ്രൈവേഴ്സ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിലറിയാം. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള റാം, സ്റ്റോറേജ് എന്തൊക്കെയാണ്,
അങ്ങനെയുള്ളതെല്ലാം. ഇനി നമുക്ക് ഇതിൽ ക്ലോവർ കോൺഫിഗർ ചെയ്യണം. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള വഴിയും നോക്കണം. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ട് എൻ്റെ ഈ മോഡലിൽ മാക്ക് സപ്പോർട്ട് ചെയ്യാത്ത വൈഫൈ ഹാർഡ്വെയർ ആണുള്ളത്. അതുകൊണ്ട് എനിക്കിതിൽ ലാൻ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ഇതിൽ ലാൻ കണക്ട് ചെയ്യാനുള്ള നിർവാഹമില്ല. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിന്ന് USB ടെതറിങ് വഴി നെറ്റ് കണക്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ മാക്കിൽ ഡിഫോൾട്ടായിട്ട് USB ടെതറിങ് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സോഫ്റ്റ്വെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. USB ടെതറിങ്ങുള്ള സോഫ്റ്റ്വെയർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞ് ക്ലോവർ കോൺഫിഗർ ചെയ്യാം. ക്ലോവർ ഡിഫോൾട്ടായിട്ട് നമ്മളിത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുകൊണ്ട് ക്ലോവർ കോൺഫിഗറേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലോവർ ആക്സസ് ചെയ്ത് അത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ക്ലോവർ കോൺഫിഗറേഷൻ എന്ന സോഫ്റ്റ്വെയർ, എത്തർനെറ്റ് കണക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് USB ടെതറിങ് എനേബിൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും ഫയല് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തിരിച്ചും ഇതും ചിലപ്പോൾ ആവശ്യം വരാം. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എന്തെങ്കിലും മാക്കിലേക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കോപ്പി ചെയ്യാനോ ആവശ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലോവർ കോൺഫിഗറേറ്റർ ഓപ്പൺ ചെയ്യാം. ക്ലോവർ കോൺഫിഗറേറ്റർ ഓപ്പൺ ആയാൽ ലെഫ്റ്റ് സൈഡിൽ മൗണ്ട് EFI എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് EFI പാർട്ടീഷൻസ് കാണാം. ഇവിടെ EFI പാർട്ടീഷൻസിൽ മൗണ്ട് പാർട്ടീഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഹോം ബട്ടൺ ഉണ്ടല്ലോ, ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഹോമിൽ ഇവിടെ നമ്മുടെ EFI പാർട്ടീഷനിൽ config.plist എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കോൺഫിഗറേഷനിലാണ് ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ, ഇപ്പം നമ്മുടെ മാക്കിൻടോഷ് ബൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റത്തിന് എന്താണ് ആവശ്യം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ ബേസിക് കോൺഫിഗറേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള SM BIOS ക്ലിക്ക് ചെയ്യുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹാക്കിൻടോഷിന് വേണ്ടിയിട്ടുള്ള ബയോസ്, അതായത് ആപ്പിളിൻ്റെ ബയോസ് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ആരോ കണ്ടില്ലേ, അപ്പ് ആൻഡ് ഡൗൺ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ എല്ലാ മോഡലുള്ള കമ്പ്യൂട്ടേഴ്സും ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് മോഡലാണോ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. മോണിറ്ററിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കണമെന്നില്ല, 27 ഇഞ്ച്, 27, 20, 21 അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഏകദേശം പ്രൊസസ്സറും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് വർഷമാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുത്ത വർഷത്തിനനുസരിച്ചുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. 4th ജനറേഷനാണ് ലാപ്ടോപ്പ് വരുന്നത്. അപ്പോൾ എനിക്കിതിൽ ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ iMac 14.3 സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൂട്ടിലേക്ക് ചെല്ലുക. ബൂട്ടിൽ ഈ -V എന്നിട്ടിരിക്കുന്നത് വെർബോസ് മോഡാണ്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് നമുക്ക് ബൂട്ട് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ ലോഗോ മാത്രമേ കാണുള്ളൂ. അതിനുശേഷം ഗ്രാഫിക്സിലേക്ക് ചെല്ലുക. ഗ്രാഫിക്സിൽ ഇവിടെ ലോഡ് ബയോസ്, VBIOS കൊടുക്കുക. അതുപോലെ ഇവിടെ ഇൻജെക്റ്റ് ഇൻ്റൽ എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക. ഇവിടെ ഈ IG പ്ലാറ്റ്ഫോം ID എന്നുണ്ടല്ലോ,
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിൻ്റെ എല്ലാ ഗ്രാഫിക്സും ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഏതാണോ ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫിക്സ് ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി പ്രൊസസ്സറിൻ്റെ മോഡൽ നമ്പർ വെച്ചിട്ട്. പ്രൊസസ്സറിൻ്റെ മോഡൽ നമ്പർ അറിയാനായിട്ട് വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ദിസ് പി സി എന്നുള്ള ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ പ്രൊസസ്സറിൻ്റെ ഏതാണോ മോഡൽ എന്ന് വെച്ചാൽ ആ മോഡൽ നമ്പർ അറിയാൻ പറ്റും. 4th ജനറേഷൻ i3 ആണ് എൻ്റെ പ്രൊസസ്സർ വരുന്നത്. എൻ്റെ 4400 എന്ന് പറഞ്ഞ ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് വരുന്നത്. ഇത് സെലക്ട് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ മാത്രം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസസിൽ ഫേക്ക് ID ഇൻ്റൽ GFX എന്ന് പറഞ്ഞവിടെ ഈ ഒരു ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിവൈസസിൽ ഇവിടെ ഫേക്ക് IDയിൽ ഇവിടെ എൻ്റെ ഇതിൽ ഡുവൽ ഗ്രാഫിക്സ് വരുന്നതാണ്. 8A ഗ്രാഫിക്സും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻജെക്റ്റ് 8A സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഡുവൽ ലിങ്ക് 0 എന്നുള്ളത് 1 ആക്കുക. അതിനുശേഷം ഈ ഫ്രെയിം ബഫറിൽ ഇവിടെ AMDയുടെ ഏതാണോ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ആ മോഡൽ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. എൻ്റെ ഇതിൽ വരുന്നത് 8600 സീരീസ് ആണ്. അപ്പോൾ 8000 സീരീസിൽ X-Mode എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത്രേ നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് എടുത്തോളും. പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി ഇത് ആവശ്യമുള്ളതാണ്. പക്ഷേ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി ഗ്രാഫിക്സും സൗണ്ടും കറക്റ്റ് പെർഫോമൻസ് കിട്ടാനായിട്ട് ഇത്രയും ചെയ്തിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം. ഇത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ക്ലോവർ കോൺഫിഗറേഷനിൽ ചെയ്ത സെറ്റിങ്സ് വർക്കായിട്ടുണ്ടോ, ഡ്രൈവേഴ്സ് എടുത്തിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എബൌട്ട് ദിസ് മാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മാക് OS കാറ്റലീനയിൽ പ്രൊസസ്സറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൂടെ ഗ്രാഫിക്സ് ഇൻ്റൽ HD 4400 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാമിൻ്റെ ഡീറ്റെയിൽസ് അടക്കം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഡിസ്പ്ലേസിൽ എൻ്റെ 8A ഗ്രാഫിക്സ് ഉള്ള അപ്പോൾ 2 ഗ്രാഫിക്സ് കാർഡും ഇൻ്റർണൽ ഡുവൽ ഗ്രാഫിക്സ് ഇതിൽ എനേബിളാണ്. ഇനി സൗണ്ട് കൂടി എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഐക്കൺ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ സൗണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഓഡിയോ ഓക്കെ ആണ്. നമ്മുടെ മാക്കിൻടോഷിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡുവൽ ബൂട്ട് എനേബിൾ ചെയ്യണം. വിൻഡോസും കൂടി ബൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതും കൂടിയുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതിനായിട്ട് ക്ലോവർ കോൺഫിഗറേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അവിടെ നേരത്തെ പോലെ മൗണ്ട് EFI ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് EFI പാർട്ടീഷൻ മൗണ്ട് പാർട്ടീഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഓപ്പൺ പാർട്ടീഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ EFI പാർട്ടീഷനിൽ 2 ഫോൾഡർ ഉണ്ട്. ഒന്ന് EFIയും EFI.backup. ഈ EFI ഫോൾഡറിലുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലെ ഇൻഫർമേഷനാണ് ചെക്ക് ചെയ്യുക. ഈ ഒരു EFI.backup എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഹാക്കിൻടോഷ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ നേരത്തെ EFI എന്തൊക്കെ ഫോൾഡർ ഉണ്ടായിരുന്നോ അതെല്ലാം കൂടി ബാക്കപ്പ് ചെയ്ത ഫോൾഡറാണിത്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഈ ഒരു ഫോൾഡറിലാണ് നമ്മുടെ വിൻഡോസിൻ്റെ ബൂട്ടിംഗ് ഇൻഫർമേഷൻസ് ഉള്ളത്. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ EFI ഫോൾഡറിൽ കൊണ്ടിടാം. ഇല്ലേ, ഇവിടെ ഇപ്പോൾ ആപ്പിളിൻ്റെ അതായത് ഹാക്കിൻറ്റോഷിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വിൻഡോസിൻ്റെ ബൂട്ടിങ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല, അൺമൗണ്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് വിൻഡോസിലേക്ക് കയറുള്ളൂ, ഹാക്കിൻറ്റോഷിൽ കയറില്ല. കാരണം നമ്മുടെ ബയോസിൽ മുൻപ് സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് പാർട്ടീഷനാണ്. നേരത്തെ വിൻഡോസിൻ്റെ ഇൻഫർമേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഹാക്കിൻറ്റോഷിലേക്ക് കയറിയിട്ടുള്ളത്. ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിനനുസരിച്ച് ഓരോ ബയോസിൻ്റെ സെറ്റിങ്സ് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ചില ബയോസിൽ ചില ബ്രാൻഡിൻ്റെ ചില മോഡലിൽ നമ്മുടെ ബയോസിൽ ബൂട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്ലോവറിൻ്റെ ഇൻഫർമേഷൻസ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബൂട്ട് ഓപ്ഷൻ ക്ലോവർ ആക്കി കഴിഞ്ഞാൽ നേരത്തെ പോലെ ക്ലോവർ ബൂട്ട് ഓപ്ഷൻ വരാം. അവിടെ നിന്ന് നമുക്ക് വിൻഡോസിൻ്റെ പാർട്ടീഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ബൂട്ട് ചെയ്യും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത ബയോസിൽ കയറിയിട്ട് കാണിച്ചു തരാം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് കൊടുക്കാം. റീസ്റ്റാർട്ട് ചെയ്ത് ബയോസിൽ കയറിയിട്ടുണ്ട്. ഇത് എൻ്റെ HP ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൽ ഇപ്പോൾ നമുക്കിവിടെ ബൂട്ട് ഓപ്ഷനിൽ നോക്കിയാൽ കാണാം എനിക്ക് OS ബൂട്ട് മാനേജർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഫസ്റ്റ് ബൂട്ട് ഓപ്ഷൻ ക്ലോവർ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല ബയോസിൽ നിന്ന്. അതുകൊണ്ട് ഈ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ഞാൻ ബൂട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ എൻ്റെ കയ്യിലൊരു Acerൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, അതിൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് ഓണായി വരുമ്പോൾ തന്നെ F9 ആണ് ഇതിൽ ബൂട്ട് മെനു വരുന്നത്. F9 പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് OS ബൂട്ട് മാനേജറും രണ്ട് ബൂട്ട് ഫ്രം EFI ഫയൽ എന്നുള്ളതും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇവിടെ ഈ ബൂട്ട് മെനുവിൽ ക്ലോവർന്ന് വന്നിട്ട് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ക്ലോവർ ബൂട്ട് ഓപ്ഷനിലേക്ക് കയറും. ഇവിടെ എനിക്ക് ബൂട്ട് ഫ്രം EFI ഫയൽ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കാണുന്നത് എൻ്റെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിലുള്ള EFI പാർട്ടീഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യത്തെ EFI എന്ന് പറഞ്ഞ ഫോൾഡറിൽ എൻ്റർ ചെയ്യാം. ഇവിടെ ക്ലോവർ എന്നുള്ള ഫോൾഡറിൽ എൻ്റർ ചെയ്യാം. ഇവിടെ ക്ലോവർ x64.EFI എന്നുള്ള ഫയൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ബൂട്ട് ചെയ്ത് ക്ലോവർ കോൺഫിഗറേഷനിലെ ബൂട്ട് മെനു എത്തും. വിൻഡോസിലേക്ക് ബൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വിൻഡോസിലേക്ക് കയറുള്ളൂ. അതുപോലെ മാക്ക് റീസ്റ്റാർട്ട് കൊടുത്താലും ഡയറക്റ്റ് വിൻഡോസിലേക്കാണ് കയറുക. മാക്കിൻറ്റോഷിലേക്ക് കയറണമെങ്കിൽ മാത്രമാണ് ബൂട്ട് മെനു അടിച്ചിട്ട് എനിക്ക് ഇതിൽ കയറേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു പെർട്ടിക്കുലർ ബയോസാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ബൂട്ട് മെനു നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് ഡിഫോൾട്ടാക്കി കഴിഞ്ഞാൽ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ക്ലോവർ ബൂട്ട് ഓപ്ഷൻ കാണാം. വിൻഡോസോ അല്ലെങ്കിൽ മാക്കോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു Acerൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. ഈ Acerൻ്റെ ലാപ്ടോപ്പിൽ അതിൻ്റെ ബയോസിൽ എങ്ങനെയാണ് മാക്കിൻ്റെ ബൂട്ട് ലോഡർ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബയോസിൽ അപ്പോൾ ഇതിന് നമുക്ക് ബയോസിലേക്ക് കയറാം. ബയോസിൽ കയറിയിട്ട് നമ്മൾ ബൂട്ട് ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിൻഡോസ് ബൂട്ട് മാനേജറാണ് അതിൽ ആദ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വേറെ ഓരോ ഓപ്ഷൻ അതിലില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി വിൻഡോസിലേക്ക് മാത്രമേ ബൂട്ട് ആവുള്ളൂ. നമ്മൾ EFI ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ EFI അതിലേക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിലെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സെക്യൂർ ബൂട്ട് എനേബിൾ ചെയ്യുക കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം സെക്യൂരിറ്റിയിൽ വരാം. സെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ആൻഡ് EFI ഫയൽ ആസ് ട്രസ്റ്റഡ് ഫോർ എക്സിക്യൂട്ടീവ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ എൻ്റർ ചെയ്യുക. ഇത് നമ്മുടെ ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യാം. EFI ഫോൾഡറിൽ ക്ലോവർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലോവർ x64.EFI കണ്ടില്ലേ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പേര് കൊടുക്കാം. ജസ്റ്റ് ഞാൻ മാക്കിൻ്റെ പേര് കൊടുക്കണം. എൻ്റർ
എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് ബയോസ് സേവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ബയോസിലേക്ക് കയറാം ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ബയോസിലേക്ക് കയറി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബൂട്ട് ഓപ്ഷനിൽ ഏറ്റവും താഴെയായിട്ട് EFI ഫയൽ ബൂട്ട് കണ്ടില്ലേ, ഇത് നമുക്ക് ഫസ്റ്റ് ബൂട്ടാക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇനി മാക്കാണ് ബൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വിൻഡോസ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് മൈക്രോസോഫ്റ്റ് EFI ബൂട്ട് ഫ്രം സിസ്റ്റം, അല്ലെങ്കിൽ ബയോസ് ആണെന്നുണ്ടെങ്കിൽ ബൂട്ട് ഫയൽ വാൾട്ട് പ്രീ ബൂട്ടർ ഫ്രം പ്രീ ബൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്കിലേക്കും ബൂട്ട് ചെയ്യും. ഇതാണ്. അപ്പോൾ ഓരോ ലാപ്ടോപ്പിനും ഓരോ പോലെയാണ് ബയോസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബൂട്ട് ഫയൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.